കഴിഞ്ഞ ദിവസം നമ്മൾ ജില്ലകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റ് ചില ഡിമാൻഡുകളും കേരളത്തിൽ ശക്തമായി വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല വളരെ വലിയ ജില്ല ആയതുകൊണ്ടും തലസ്ഥാന ജില്ല ആയതുകൊണ്ടും നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണം എന്നൊരു ഡിമാൻഡ് ശക്തമായി വരുന്നു. കാട്ടാക്കട താലൂക്ക്, നെയ്യാറ്റിങ്കര താലൂക്ക് എല്ലാം കൂടെയൊക്കെ ചേർത്ത് പുതിയ ജില്ല വേണം എന്നൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വളരെ രസകരമാണ്. അങ്ങനെ പറയുമ്പോൾ വീണ്ടും ജില്ലകളെ സംബന്ധിക്കുന്ന തർക്കങ്ങളും അല്ലെങ്കിൽ തർക്കമെന്നല്ല പുതിയ ഡിമാൻഡുകൾ വരുന്നു. മൂവാറ്റുപുഴയുടെ കഥ നമ്മൾ പറഞ്ഞു. എറണാകുളം ജില്ലയെ രണ്ടാക്കിക്കൊണ്ട് മൂവാറ്റുപുഴ കൂടി ജില്ല ഉണ്ടാക്കണമെന്ന് ഡോക്ടർ ഡി ബാബു ഇപ്പോൾ റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ഭൂപടം പോലും ഇടുക്കിയുടെ തൊടുപുഴയുടെ താഴ്വാര പ്രദേശങ്ങളും തൊടുപുഴയുടെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ കൂടി ചേർത്ത് കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ എല്ലാം കൂടി ചേർത്തുകൊണ്ട് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ഒരു ജില്ല വരാനുള്ള എല്ലാ സാധ്യതയും അന്ന് ചർച്ചയിൽ വന്നതാണ്. ഇനി നമ്മൾ അടുത്ത് കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോകുമ്പോൾ തിരൂർ കേന്ദ്രമാക്കി ജില്ല വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വരാൻ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ഉണ്ടെന്നാണ്, റിക്വസ്റ്റ് ഉണ്ടെന്നാണ്, സജഷൻ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പിടിച്ചത്. എന്നാൽ മറ്റ് ചില ഡിമാൻഡുകളും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണ കേന്ദ്രമാക്കി പുതിയ ജില്ല വേണം എന്നൊരു ചർച്ച അവിടെ നിന്നും സീരിയസ് ആയി വരുന്നുണ്ട്. മലബാറിൽ നിന്ന് സീരിയസ് ആയി മലപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി വന്നത് വള്ളുവനാട് കേന്ദ്രമായി പുതിയ ജില്ല വേണം. വള്ളുവനാട് എന്ന് പറയുന്നത് വളരെ വലിയ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് വള്ളുവനാട് കേന്ദ്രമായി പുതിയ ജില്ല വേണം എന്ന് പറഞ്ഞ് നമ്മൾ വള്ളുവനാടിനെ കുറിച്ച് ഒരുപാട് ചരിത്രത്തിലും ഐതിഹ്യത്തിലും ഒക്കെ കേട്ടിട്ടുമുണ്ട്. വള്ളുവനാട് രാജാക്കന്മാരുടെയും തമ്പുരാന്മാരുടെയൊക്കെ രാജ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഈ കഥകളെല്ലാം വെച്ചുകൊണ്ട് വള്ളുവനാട് കേന്ദ്രമായി പുതിയ ജില്ല വേണം. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂർ കേന്ദ്രമായി ജില്ല വേണം, വള്ളുവനാട് കേന്ദ്രമായി ജില്ല വേണം, പെരിന്തൽമണ്ണ കേന്ദ്രമായി ജില്ല വേണം. ഇങ്ങനെ 3 സ്ഥലങ്ങളെ കേന്ദ്രമാക്കി 3 ജില്ല വേണമെന്നല്ല. ഒരു ജില്ലയെ മുറിച്ച് 4 ജില്ലയാക്കാൻ പറ്റത്തില്ലല്ലോ. അതിൽ മലപ്പുറം ജില്ല ആൾറെഡി ഉണ്ട്. ഒരു ജില്ലയെ മുറിച്ച് 4 ജില്ലയാക്കത്തില്ല. അപ്പോൾ പക്ഷേ എന്നാലും അഡീഷണലായി വരുന്ന ജില്ല തിരൂർ വേണമെന്ന് കേന്ദ്രമായി വേണമെന്നും, അല്ല പെരിന്തൽമണ്ണ കേന്ദ്രമായി വേണമെന്നും, അതല്ല വള്ളുവനാട് കേന്ദ്രമായി വേണമെന്നുമുള്ള ചർച്ചയുണ്ട്. ശരിക്കു പറഞ്ഞാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മലപ്പുറത്തുകാരുടെയും എറണാകുളത്തുകാരുടെയും തിരുവനന്തപുരത്തുകാരുടെയും ഡിമാൻഡ് ജെനുവിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 14 3 17 ജില്ലകളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 17 കളക്ടറേറ്റുകൾ, 17 മറ്റ് ജില്ലാ സിവിൽ സ്റ്റേഷനുകൾ, ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യം വരും. അപ്പോൾ ഇതിലേതാണ് കൊടുക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും മലപ്പുറത്തിന് മാത്രമായി കൊടുത്താൽ പിന്നെ വേറെ ചില ചർച്ചകളൊക്കെ ആവശ്യമില്ലാത്ത അനാവശ്യക്കാരും, അവിടെ ജനസംഖ്യ കൂടുതലാണെന്നുള്ള ചർച്ചയൊക്കെ താഴെ പോയി. പിന്നെ അവിടെ ന്യൂനപക്ഷം അതായത് എന്നൊക്കെ പറഞ്ഞ് ചർച്ച വേണ്ട വഴിക്ക് പോകും. അപ്പോൾ അതെന്തായാലും അത് കേരളത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. കേരളത്തിന് മെരിറ്റോറിയസ് ചർച്ച പലപ്പോഴും നടക്കാറില്ല. അതിന് പകരമായി വളരെ അനാവശ്യമായ ചർച്ചകൾക്കാണ് കേരളം എപ്പോഴും, വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമാണ് കേരളം എല്ലാ കാലവും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 ജില്ല വളരെ പ്രധാനമായി വരുന്നുണ്ട്. 4 ജില്ലയാണ് ഇപ്പോൾ പ്രധാനമായി വേണമെന്ന് പറയുന്നത്. 5 സ്ഥലങ്ങൾ പറയുന്നു, പക്ഷേ 3 ജില്ലയാണ് വരുന്നത്. 4 ജില്ലയല്ല, 3 സ്ഥലങ്ങളാണ് വരുന്നത്. 4 ജില്ല, 5 സ്ഥലങ്ങൾ, 3 ജില്ല. തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര കേന്ദ്രമാക്കി പറയുന്നു, എറണാകുളത്ത് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പറയുന്നു, പിന്നെ മലപ്പുറത്ത് തിരൂരോ വള്ളുവനാടോ പെരിന്തൽമണ്ണയോ കേന്ദ്രമാക്കി ജില്ല പറയുന്നു. എന്തായാലും വളരെ നല്ല കൗതുകമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ 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 കൃത്യമായിട്ടുള്ള ഒരു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഭൂമിശാസ്ത്രം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ജില്ലാ വിഭജനവും വളരെ പ്രധാനമാണ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണല്ലോ അൾട്ടിമേറ്റ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലകളെ വിഭജിക്കേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഏത് ജില്ല എവിടെ എങ്ങനെ വേണം എന്നുള്ളത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. പക്ഷേ മലപ്പുറം ജില്ലയുടെ ഡിമാൻഡും തിരുവനന്തപുരം ജില്ലയുടെ ഡിമാൻഡും എറണാകുളം ജില്ലയുടെ ഡിമാൻഡും വളരെ കൃത്യമാണ്, കുറേ കൂടി ജെനുവിനാണ്. എന്നാൽ അതിനൊരു പ്രയോറിറ്റി നിശ്ചയിച്ച് 3 കൊടുക്കുമോ, അതോ മലപ്പുറം കൊടുത്തതിന് ശേഷം പിന്നെ 2 കൊടുക്കുമോ? എറണാകുളം ജില്ല മൂവാറ്റുപുഴയുടെ തർക്കം, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഡിമാൻഡ് വളരെ പഴക്കമുള്ളതാണ്. അത് ഒരു ഘട്ടത്തിൽ അങ്ങായി പോകുമായിരുന്നു. പക്ഷേ അന്നെന്തോ ഒരു തർക്കം വന്നുകൊണ്ടാണ്, എറണാകുളത്തുകാരുടെയൊക്കെ ഒരു സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല, അത് പോയി. അതുപോലെ തന്നെ എറണാകുളത്ത് കിടക്കുന്ന ഹൈക്കോടതി തിരുവനന്തപുരത്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് എറണാകുളത്തുള്ള ഹൈക്കോടതി
തിരുവനന്തപുരത്ത് അതിൻ്റെ ഫുൾ ബെഞ്ച് തുറക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യവും തിരുവനന്തപുരത്തുകാരുടേതുണ്ട്. വളരെ പഴക്കമുള്ളൊരാവശ്യമാണ്. ഈ ഗവൺമെൻറ് അത് ഉയർത്തിക്കൊണ്ട് വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും 4 ജില്ലകളിലെ 3 ജില്ലകളെ മാറ്റി 5 സ്ഥലങ്ങളായി തീരുമാനിക്കുമ്പോൾ വീണ്ടും ഒരു 3 ജില്ലകൾ കൂടി വരാനുള്ള സാധ്യതകളെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്.